ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 2026-2027 കാലത്തെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് പുഷ്പമ്മ ബോസ് മാത്യു ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് പ്രസിഡന്റ് ജി രമേശ് കുമാറിന്റെ ആമുഖ പ്രസംഗത്തിന് ശേഷം വൈസ് പ്രസിഡന്റ് പുഷ്പമ്മ ബോസ് മാത്യു അവതരിപ്പിച്ചു. ബഡ്ജറ്റിന്റെ വരവ് 47,17,498 രൂപ വരവും ചെലവ് 50,88,74,157 രൂപ ചിലവും നീക്കുബാക്കി 1,13,19,835 രൂപയുമാണ് പ്രതീക്ഷിച്ച് നമ്മൾ ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നോവേറ്റീവായിട്ടുള്ള സംരംഭം എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഹാപ്പിനെസ് പാർക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾക്ക് വിദേശ രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള യുവാക്കൾക്ക് പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഒരു കാർബൺ ന്യൂട്രൽ ഫേസ് ആക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വിജ്ഞാന ഭരണിക്കാവിൽ നമ്മളെ നൈപുണ്യ പരിശീലനം തൊഴിലഭ്യസ്ത വിദ്യർക്കുള്ള നൈപുണ്യ പരിശീലനം നടത്താൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ഓപ്പൺ ജിം പാർക്ക്, അങ്ങനെ ഒരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള സംരംഭങ്ങൾ നമ്മൾ ഈ പദ്ധതി കാലത്ത് നടപ്പാക്കാനാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. സുസ്ഥിര വികസനത്തിലേക്കുള്ള കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കുവാനും ആർജിച്ച നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് നവകേരള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയത്തക്ക തരത്തിൽ സർവതല സ്പർശിയായ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. 15 ലക്ഷം രൂപയിലധികം ഉൽപ്പാദന മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിടപ്പ് രോഗികളെ സംരക്ഷിക്കാനും അവരെ പരിചരണവും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വളരെ സമഗ്ര പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ പൈസ വകയിരുത്തിയിട്ടുണ്ട്. 83,50,000 രൂപയോളം ആ നിലയിൽ അതിനുവേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുമാർക്കറ്റിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പുതിയ കെട്ടിടം പണിയുക എന്നുള്ളത് 40 വർഷം മുമ്പ് പണിഞ്ഞ കെട്ടിടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് പുറകിലായി പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി ഈ വരുന്ന സാമ്പത്തിക വർഷം 1.5 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആസ്തിയുടെ വർധനവിന് ഇത് സഹായകരമായി തീരും. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, മൃഗസംരക്ഷണം, ഭിന്നശേഷി, വയോജനക്ഷേമം, പട്ടികജാതി വികസനം, സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത്, റോഡ് വികസനം, പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം എന്നിവ പുതിയ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. CDNet ന്യൂസ്, കറ്റാനം.